ഡിവൈഎസ്പി മധു ബാബുവിന് സ്ഥാനക്കയറ്റം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് വലിയ വിവാദത്തിന് വഴിവെക്കുകയാണ്. നിലവിൽ വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. അതിലേറ്റവും വലിയ വിമർശനം ഉന്നയിക്കുന്നത് പത്തനംതിട്ട സ്വദേശി ആ ഘട്ടത്തിലൊക്കെ പരാതി നൽകിയിരുന്നു. കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് ഗൗരവമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. അപ്പോൾ അന്ന് നിങ്ങൾ ഉന്നയിച്ച ആരോപണം അതിപ്പോഴും നിലനിൽക്കുകയാണ്. ഘട്ടത്തിലാണ് ഇപ്പോൾ സ്ഥാനക്കയറ്റത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. എങ്ങനെ കാണുന്നത്? കേരള പോലീസിൽ സമീപകാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് മധുബാബു. മധുബാബുവിനെതിരെ നിരവധിയായ ആരോപണങ്ങൾ ഇതിനോടകം തന്നെ ഗവൺമെൻറ്റിന് മുമ്പിലുള്ളതാണ്. പോരാത്തതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഇയാളെ ലോക്കൽ സ്റ്റേഷനുകളിൽ വെക്കാൻ പാടുള്ള ആളല്ലെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവുണ്ട്. അതുപോലെ തന്നെ കരിക്കിനേത്ത് മർഡർ കേസിൽ പ്രതികളെ സഹായിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഹൈക്കോടതിയുടെ പരാമർശമുണ്ട്. എൻ്റെ കേസിൽ തന്നെ ഫോഴ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളാവുന്ന ആളല്ലെന്നുള്ള ഇന്നത്തെ IG ആയിരിക്കുന്ന ഹരിശങ്കർ സാർ റിപ്പോർട്ടുണ്ട്. അനാവശ്യം ആളുകൾക്കെതിരെ കേസെടുക്കുക, കൈക്കൂലി വാങ്ങുന്നതിൽ അദ്ദേഹം വളരെ പേരുകേട്ടുള്ള ആളാണ്. അതുപോലെ വിജിലൻസ് കേസ് അദ്ദേഹത്തിനെതിരെയുണ്ട്. അങ്ങനെ നിരവധി കേസുകളുള്ള ഇത്തരം ഒരാളിനെ എന്ത് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്, എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പ്രൊമോഷൻ കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ സംഭവം 2012 അന്ന് അർദ്ധരാത്രി 12 മണിക്ക് എന്നെ വീട്ടിൽ നിന്ന് എന്നെ മുത്തശ്ശിയുടെ മുമ്പിലിട്ട് അതിക്രൂരമായി മർദ്ദിച്ചിട്ടാണ് അദ്ദേഹം എന്നെ കോന്നി സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. കോന്നി സ്റ്റേഷനിൽ കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹം എന്നെ ഒരു ബെഞ്ചിൽ കിടത്തിയതിന് ശേഷം എൻ്റെ കാലിൻ്റെ 2 വെള്ളയെ അടിച്ചു പൊട്ടിച്ചു, ചെവിയുടെ ഡയഫ്രം അടിച്ചു പൊട്ടിച്ചു, അതുപോലെ തന്നെ കണ്ണിലും ശരീരമാസകലിലും പെപ്പർ സ്പ്രേ അടിച്ചു. ഇത് അന്ന് വലിയ സംഭവമായതാണത്. അന്ന് കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെട്ടുള്ള വിഷയമാണ്. ഒരു ചെറിയ നടപടിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എടുക്കാൻ ഇതുവരെ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അത് എന്നെപ്പോലെ ഒരു പൊതുപ്രവർത്തനം ഏറെ പ്രയാസം ഉണ്ടാക്കിയതാണ്. കാരണം ഞാനും ജയിലിൽ കിടന്നതിൻ്റെ ഭാഗമായും ഞാനും മർദ്ദനമേറ്റതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. സ്വാഭാവികമായും എന്നെപ്പോലെ ഒരു പൊതുപ്രവർത്തകന് ഇത്ര ഒരു അനുഭവം ഉണ്ടാകുമെന്ന് പറയുന്നത് അത് ഏറെ വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കോൺഗ്രസിന് വേണ്ടി വിടുപണി ചെയ്യുന്നൊരു മനുഷ്യനെ ഈ ഗവൺമെൻറ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു തെറ്റായ പ്രവണതയാണ്. സർക്കാരിന് പ്രതീക്ഷിച്ചില്ലല്ലേ? ഇത് സഖാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല. കാരണം അത്രമേൽ ക്രൂരമായ മർദ്ദനം ഞാനും എൻ്റെ സഹപ്രവർത്തകരായ സഖാക്കളും ഏറ്റുവാങ്ങിയിട്ടുള്ളതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്ന്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. നിയമപരമായി മുന്നോട്ട് പോകും. ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നാളെ തന്നെ സമീപിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. കൃത്യമായി ഈ നിലപാടിനെതിരെ നിയമപരമായി മുന്നോട്ട് പോകും എന്ന നിലപാടിലാണ് നിലവിലുള്ളത്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.